ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മളിന്ന് തന്നെ ചെയ്യാൻ പോകണമെന്നല്ലേ, ലോക്ക്ഡൗൺ ആയിട്ട് നമുക്കൊന്ന് ഊഞ്ഞാലാടാൻ പോയാലോ. ഊഞ്ഞാലാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലാട്ടോ ഊഞ്ഞാലാടാൻ പോണേ. നമുക്കൊന്നൊരു കോഴീനെ എടുത്ത് ഊഞ്ഞാലാട്ടാം. തലയ്ക്ക് ഓളാന്നല്ലേ, തലയ്ക്ക് ഓളമൊന്നുമില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നല്ലേ, നമുക്ക് ഊഞ്ഞാലാടാനുള്ള ചിക്കൻ ആദ്യം വേണം. ഊഞ്ഞാലാടാനുള്ള ചിക്കൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. പിന്നെ ക്യാരറ്റ്, കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, അത് ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ നമുക്ക് മുളക് പൊടി വേണം, ഗരം മസാല വേണം, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല. പിന്നെ നമ്മളൊരു ചെറിയ മിക്സർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചാണ് സാധനമാണ്. അപ്പോൾ നമ്മളിനി ഊഞ്ഞാലാട്ടൊക്കെ നമ്മൾ ചിക്കന് അതിൻ്റെ മസാല ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മുളക് പൊടി, എനിക്ക് സ്പൂണിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ, നമ്മുടെ മനസ്സിൻ്റെ അളവാണിത്. ഗരം മസാല കുറച്ചിടാം, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് കുരുമുളക് പൊടി. എനിക്ക് ഇച്ചിരി എരിവ് കൂടുതലാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടുതലിട്ടുണ്ട് ഞാൻ. കുരുമുളകിൻ്റെ ഫ്ലേവർ വന്നാലും ഇച്ചിരി സെറ്റപ്പാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല കൂടി ചേർക്കേണ്ട, ആ ഒരു ഫ്ലേവർ കിട്ടണ്ടേ നമുക്ക്. പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന പച്ച മസാല നമുക്ക് അതിൻ്റെ അകത്ത് ചേർക്കാം. നമ്മൾ ആ മിക്സർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, ഇത്ര നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കുഴമ്പ് രൂപത്തിൽ തന്നെ. നമ്മൾ ഒരു മുട്ട നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, ആ ഒരു മുട്ട പൊട്ടിച്ചിട്ടാണ് നമുക്ക്. നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കണം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മസാല. ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാൻ പാകത്തിനുണ്ട്. പിന്നെ നമുക്ക് ചിക്കനൊന്ന് വരഞ്ഞെടുക്കാം. ചിക്കൻ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടി വരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് മസാല നല്ല അടിപൊളിയായിട്ട് ചേർത്ത് പറ്റിയിട്ട് എടുക്കാം നമുക്ക്. നമ്മൾ ആ വരഞ്ഞിട്ടുന്നിടത്തൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പിടിച്ചോളും. അപ്പോൾ ഇനി നമുക്കിത് ഊഞ്ഞാലാട്ടാൻ വേണ്ടി നമുക്കൊരു കമ്പി വേണം. ഞാൻ കെട്ടുകമ്പിയായിട്ട് എടുത്താണ്. അത് നമുക്കിങ്ങനെ കയറ്റിയെടുക്കാം. വേണ്ടത് ഇങ്ങനെ തൂങ്ങി കിടക്കണം.
കണ്ടോ, ഞാനിപ്പോൾ ഒരു കമ്പി അപ്പുറത്തും കൂടി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് അങ്ങനെയും നമുക്ക് ഊഞ്ഞാലാട്ടം, തിരിച്ച് തല പിടിച്ച് നമുക്ക് ഊഞ്ഞാലാട്ടം. അപ്പോഴേ രണ്ട് സൈഡും വേവ് കറക്റ്റാവുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾ എടുക്കാം. വെജിറ്റബിളിൻ്റെ അത് സ്റ്റഫ് ചെയ്ത് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ വെജിറ്റബിൾ നമ്മുടെ ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇച്ചിരി പുതിനയിലും കൂടി വയ്ക്കേണ്ടത് നമുക്ക് ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് വയ്ക്കണതാണ്. മാക്സിമം അകത്തേക്ക് നിറച്ച് തിങ്ങി കൂട്ടിയിരിക്കാൻ അതിന് വെച്ചേക്കാം. അപ്പോൾ ഈ ചിക്കൻ വേണതിൻ്റെ കൂടെ ഇത് വെന്ത് കിട്ടും നമുക്ക് അടിപൊളിയായിട്ട്. നമ്മൾ ചെറുക്കും വാഴയിലൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ. പിന്നെ നമുക്കിത് വാഴയിലയിൽ പൊതിയണം. വാഴയില റെഡി ആയിട്ടുണ്ട്. രണ്ട് കമ്പി രണ്ടറ്റത്ത് പുറത്തേക്ക് വെച്ചിട്ട് വേണം നമുക്ക് പൊതിയാൻ. രണ്ട് വാലെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം അപ്പോൾ ഇതിൻ്റെ രണ്ട് വാലെടുത്ത് കഴിയുമ്പോൾ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ചൂടാണ്, അകത്തേക്ക് വന്ന് ഇത് കത്തിപ്പോവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അതൊക്കെ ഇരുന്ന് അങ്ങോട്ട് വന്നോളും ഇതിൻ്റെ അകത്ത്. നമുക്കിനി ഇത് വാഴവള്ളി കൊണ്ടൊന്ന് കെട്ടി സെറ്റാക്കി വെച്ചേക്കാം. ടൈറ്റായിട്ട് കെട്ടിക്കണം. നമ്മുടെ ഇത് സെറ്റായതുകൊണ്ട് പിന്നെ നമുക്കിനി സ്റ്റീൽ ഊളും കൂടി അലൂമിനിയം ഫോയിൽ ഒന്ന് ചുറ്റി വയ്ക്കാം. അലൂമിനിയം ഫോയിൽ നല്ല അടിപൊളിയായിട്ട് ചുറ്റണം, ഗ്യാപ്പൊന്നും ഇല്ലാണ്ട്. അപ്പോൾ നമ്മുടെ ഊഞ്ഞാൽ ചിക്കൻ ഊഞ്ഞാലാടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഈ കമ്പിലേക്ക് കെട്ടിയിടുക. ഇതിപ്പോൾ നമ്മൾ രണ്ട് കമ്പി കെട്ടിയിട്ടുണ്ട്, താഴത്തെ മേളത്തെ കമ്പി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മേളത്തെ കമ്പി ടൈറ്റായിട്ട് കിട്ടുക, താഴത്തെ കമ്പി ഇച്ചിരി ലൂസായിട്ട് കിട്ടുക, എന്നാലാണ് ആടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ആട്ടാനുള്ളൊരു കമ്പി കൂടി കെട്ടണം. ബ്രോ ഇപ്പോൾ എടുത്ത് കഴിച്ചാൽ പിന്നെ നമുക്ക് ആട്ടി കൊടുക്കാൻ പറ്റില്ല. കണ്ടോ നമ്മുടെ ചിക്കൻ ഊഞ്ഞാൽ കയറണണ്ടാ. എപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ കത്തിപ്പോവും. അതുപോലെ നമ്മുടെ ഒരു താഴ്ഭാഗം ഒരുവിധം വേവായി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, അതായത് ആ അലുമിനിയം ഫോയിലിൻ്റെ കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് അത് ഊരിയിട്ട് നമുക്ക് തലയിരിച്ചിടാം. അപ്പോൾ ഇത് നമ്മുടെ ഊഞ്ഞാൽ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഊഞ്ഞാൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഊഞ്ഞാലൊക്കെ ആടി നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇവനെ കൊണ്ടുപോയി തണലത്ത് മാറ്റി നമുക്ക് സെറ്റാക്കാം. ബ്രോ പിടിച്ചോ, പോട്ടെ പോട്ടെ, അങ്ങോട്ട് പോട്ടെ, തണലത്തേക്ക് പോട്ടെ. നമുക്ക്
അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വിചാരിച്ചാലും ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്തുണ്ട്. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വേവോ ഇല്ലയോ എന്നുള്ളത്. മസാലയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകാം നമ്മുടെ ഊഞ്ഞാൽ ചിക്കൻ. നമുക്ക് ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞേക്കാം. അപ്പോൾ അവിടെ സ്ഥിരം ടേസ്റ്റർ നമ്മുടെ ലിയോൺ സ്പീഡ് ഉണ്ട്. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം കാലാണ്. കാലോറും പോരും നോക്കാം നമുക്ക്. ആഹാ, ഞാനും കഴിച്ചു പറയട്ടോ. ആയി നല്ല പൂ പോലത്തെ ചിക്കൻ എന്നൊക്കെ പറഞ്ഞോളെ. അടിപൊളിയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനോട് വന്നിട്ടുണ്ടോ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കപ്പോൾ അവനെ കൂടെ ഞങ്ങൾ വിളിക്കാം. വാ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വെച്ച വെജിറ്റബിൾസ് ഇല്ല ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പുരട്ടി കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളാദ്യം വെച്ച മിൻ ലീഫൊക്കെ എടുത്ത് കളയണം. മിൻ ലീഫ് നമ്മൾ വെക്കണ ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിന് വേവാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 മണിക്കൂറാണ്. എപ്പോഴും നിങ്ങൾ തീ ഇട്ടിട്ട് എപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് പോകും. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.